This is me Nija here, so welcome to Rectify English. അങ്ങനെ നമ്മൾ ഇന്ന് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആർട്ടിക്കിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗുലറും അതേപോലെ പ്ലൂറലും ആണ്. ഓക്കെ, അപ്പോൾ once again I welcome you to Rectify English. പ്ലൂറലും സിംഗുലറും എങ്ങനെയാണ് എന്ന് വൈഡായിട്ട് നോക്കുന്നതിന് മുൻപ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി റെക്ടിഫൈഡ് ഒരു സൂപ്പർ കമ്മ്യൂണിറ്റി നമ്മൾ ഓൾറെഡി ഓൺഗോയിങ് ആണ്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്തോളൂ. വരുന്ന വീക്കിൽ നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റി ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ ഇംഗ്ലീഷ് പേഴ്സണൽ ആയിട്ടുള്ള ക്ലാസ് വേണം, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് അല്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ പോകുന്ന സമയത്ത് നിങ്ങളെ മറ്റുള്ളവർ കളിയാക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പേഴ്സണൽ ട്രെയിനിങ്ങിനായിട്ട് നമ്മളുടെ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സിംഗുലർ ആൻഡ് പ്ലൂറൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എത്ര ടൈപ്പ് ഉണ്ട്, ആ ടൈപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംഗുലർ, അതായത് ബുക്ക്. വെറും എസ് ഫോം വരുന്നത്, എസ് മാത്രം ആഡ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ബുക്ക് എന്നുള്ളത് ബുക്സ്, പെൻ എന്നുള്ളത് പെൻസ്, അതേപോലെ ഡോഗ് ഡോഗ്സ്, ടീച്ചർ ടീച്ചേഴ്സ്. ഇതിലൊക്കെ എന്താണ് വരുന്നത്? അവസാനത്തിൽ എസ് ആണ് വരുന്നത്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരു സാധനം, പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സാധനം. ഈ അവസാനത്തിൽ എസ് മാത്രം വരുന്നതിന് പറയുന്നതാണ് റെഗുലർ പ്ലൂറൽ. ഓക്കെ, റെഗുലർ പ്ലൂറൽ എന്നാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് എസ്. ഓക്കെ, ഒരു വേർഡിൻ്റെ അവസാനമോ എസ് വരികയാണ്, അല്ലെങ്കിൽ എസ് എച്ച് വരികയാണ്, സി എച്ച് വരികയാണ്, എക്സ് വരികയാണ്, ഒ എസ് വരികയാണ്. ഈ ഈ ആൽഫബറ്റ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ഇ എസ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കേ. ബസ്സിൻ്റെ ലാസ്റ്റ് വന്നത് എസ് ആണ് വന്നത്, വിച്ച് മീൻസ് ഇ എസ്. ഡിഷ്, എസ് എച്ച് ആണ് വന്നത്, എസ് എച്ച്, വിച്ച് മീൻസ് ഡിഷസ്, ഇ എസ്. വാച്ചിൻ്റെ ലാസ്റ്റ് വന്നത് സി എച്ച് ആണ്, സി എച്ച്, വിച്ച് മീൻസ് വാച്ചസ്. ടൊമാറ്റോൻ്റെ ലാസ്റ്റ് വന്നത് ഒ ആണ്, ഒ മീൻസ് ഇ എസ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ വേഗം തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എസ്, എസ് എച്ച്, സി എച്ച്, എക്സ്, ഒ ഈസ് ഈക്വൽ ടു ഇ എസ്. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ നമ്മൾ എക്സിന് നമ്മൾ ഓൾറെഡി എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് നിങ്ങൾ കോമൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഫോമാണ്. മൂന്നാമത്തെ ഫോം വേറെ ഒന്നുമില്ല, വൈ ഈസ് ഈക്വൽ ടു ഐ ഇ എസ്. അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ എസ് പറഞ്ഞു, ഇ എസ് പറഞ്ഞു, ഇനി ഐ ഇ എസ് ആണ്. വൈ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഐ ഇ എസ് യൂസ് ചെയ്യുക. പക്ഷെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വൈ വരുന്ന സമയത്ത് ഈ വൈ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇവിടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐ ഇ എസ് യൂസ് ചെയ്യുന്നത്. അതായത് വൈ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുകയില്ല. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കുക. ബേബി, ബേബീസ്. സിറ്റി, ഇവിടെ വൈ പോയി, ഐ ഇ എസ് ആയി സിറ്റീസ്. സ്റ്റോറി, ഇവിടെ വൈ പോയി, ഐ ഇ എസ് ആയി സ്റ്റോറീസ്. അപ്പം ഇതിലും രണ്ട് എക്സാമ്പിൾസ് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം മൂന്നാമത്തത് നമ്മൾ കംപ്ലീറ്റ് ആയി. സിമ്പിളാണ് കേട്ടോ, ഇങ്ങനെ തന്നെ നോക്കിയാൽ മതി. വൈ ഈസ് ഈക്വൽ ടു ഐ ഇ എസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഫും അതേപോലെ തന്നെ എഫ് ഇയും ആണ്. എഫും എഫ് ഇയും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി പറയുന്നു വി ഇ എസ് ആണ് വരുന്നത്. ഓക്കെ, എഫ് എഫ് ഇ എന്നുള്ളത് വി ഇ എസ് ആയിട്ട് മാറും. അപ്പം എക്സാമ്പിൾസ് നോക്കിക്കേ. ഇവിടെ നേരത്തെ നമ്മൾ വൈ പഠിച്ചതുപോലെ തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. ഈ എഫ് ആണെങ്കിലും എഫ് ഇ ആണെങ്കിലും കട്ട് ചെയ്തിട്ട്, അതായത് പോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ഇ എസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലീഫ്, ഒരു ലീഫാണെങ്കിൽ ലീഫ് എന്ന് പറയും. രണ്ട് ലീവ്സ് അല്ലെങ്കിൽ കുറേ ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഈ എഫ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വി ഇ എസ് അവിടെ ആഡ് ചെയ്യും. അതേപോലെ തന്നെ നൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയാണ്. അപ്പോൾ ഇവിടെ എഫ് ഇ നമ്മൾ കട്ട് ചെയ്തിട്ട് വി ഇ എസ് ആഡ് ചെയ്യും. ഇവിടെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വൈഫാണെങ്കിൽ നമ്മൾ വൈഫ് എന്ന് തന്നെ പറയും. കുറേ ആൾക്കാരെ വൈഫിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ എഫ് ഇ കട്ട് ചെയ്തിട്ട് വി ഇ എസ്. അതേപോലെ തന്നെ ലൈഫിൻ്റെ എഫ് ഇ കട്ട് ചെയ്തിട്ട് വി ഇ എസ്. ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് എഫ് ഇ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് പ്ലൂറൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് വി ഇ എസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പം ഇത്രയാണ് നമുക്ക് റെഗുലർ പ്ലൂരലായിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇറഗുലർ പ്ലൂരൽസ് ആണ്. അതായത് ഇറഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറഗുലർ പ്ലൂരൽസിന് നമുക്ക് കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇങ്ങനെ വേർഡ്സ് ആഡ് ചെയ്ത് കൊടുത്താലൊന്നും അവർ റെഡി ആവില്ല. അവർ വേർഡ് തന്നെ മാറ്റണം, അല്ലെങ്കിൽ അവർക്ക് വേറെത്തിൻ്റെ ചേഞ്ച് വരണം. അങ്ങനെയുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സിംഗുലർ ആൻഡ് പ്ലൂരൽ ഇറഗുലറിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, പ്ലൂരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. അപ്പോൾ മാൻ എന്നുള്ളത് മെൻ ആവും. ഓക്കെ, എ മാറിയിട്ട് ഇ ആവും. അതേപോലെ തന്നെ വുമൺ എന്നുള്ളത് എ മാറിയിട്ട് ഇ ആവും, അത് മീൻസ് വിമൻ എന്നാവും. അതേപോലെ തന്നെ ചൈൽഡ് എന്നുള്ളത് ടോട്ടലി മാറിയിട്ട് ചിൽഡ്രൻ ആവും. അപ്പം ചില ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഈ ചൈൽഡ് എന്നുള്ളത് ചൈൽഡ്സ് എന്ന് വിളിക്കും. ഇത് കംപ്ലീറ്റ്ലി തെറ്റാണ്. ഇവിടെ ചിൽഡ്രൻ ആണ് ആവുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഫുഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഫീറ്റ് എന്നായിട്ട് മാറും. ഇനി കുറച്ചും കൂടെ അധികം എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ടൂത്ത് എന്നുള്ളത് നോക്കിക്കേ. ടൂത്ത് എന്നുള്ളതിൻ്റെ ഓ മാറിയിട്ട് ഇ ആവും. ടൂത്ത് ഒരു പല്ല്, ഇത് കുറേ പല്ലുകൾ. ഓക്കെ, മൗസ് എന്നുള്ളത് മൈസ് ആവും, മൈസ്. അതേപോലെ തന്നെ ഗൂസ് എന്നുള്ളത് ഗീസ് ആവും. അപ്പം ഇങ്ങനെയുള്ള ചില ഇറഗുലർ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള വേർഡ്സിൽ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചില വേർഡ്സ് നമുക്ക് സിംഗുലറിന് പ്ലൂരൽ ആവില്ല, ചില വേർഡ്സ് പ്ലൂരലിന് സിംഗുലർ ആവില്ല. അതായത് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു തന്നാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഈ വേർഡ്സ് നോക്കിക്കേ, ഇതിൻ്റെ പ്ലൂരലിൻ്റെ സൈഡിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല അല്ലേ. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷീപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്ലൂരൽ എന്ന് പറയുന്നത് ഷീപ്പ് തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. ഡീർ എന്നുള്ളതിൻ്റെ ഇത് ഡീർ തന്നെയാണ്. ഫിഷ് എന്നുള്ളത് ഫിഷാണ്. പിന്നെ എയർക്രാഫ്റ്റ് എന്നുള്ളതും ഇതിനൊന്നും ഒരു എസ് ഫോമോ ഇ എസ് ഫോമോ ഒന്നുമില്ല. നമ്മൾ ടോട്ടലി യൂസ് ചെയ്യുന്നത് എന്താണ്? ഇതേ സിംഗുലർ ആയിട്ടുള്ള തന്നെയാണ് പ്ലൂരലായിട്ടും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്ലൂരൽ വേർഡ്സ് ഉണ്ട്. അതായത് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും പ്ലൂരൽ ഫോം മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. സിംഗുലർ ആയിട്ടുള്ള വേർഡ്സ് ചിലത് പ്ലൂരൽ ആവില്ലാന്ന്, അതേപോലെ തന്നെ പ്ലൂരൽ ആയിട്ടുള്ള ചില വേർഡ്സ് സിംഗുലർ ആവില്ല. അങ്ങനെയുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് സിസേഴ്സ്, അതേപോലെ തന്നെ പാൻസ് എന്ന് പറയുന്നത്. സിസേഴ്സിൽ ഈ എസ് സിംഗുലർ ആണെങ്കിലും ഉണ്ടാവും, പ്ലൂരൽ ആണെങ്കിലും ഉണ്ടാവും. പാൻസ് എന്നാണ് കേട്ടോ നമ്മൾ പറയുക. അത് ഫസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ വരുത്താം. പാൻസ് എന്നാണ് നമ്മൾ പറയുക, അല്ലാതെ പാൻറ്റ് എന്നുള്ളത് നമ്മൾ മലയാളികൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വേർഡാണ്. പാൻസ് എന്നാണ് നമ്മൾ പറയുക. പാൻസിന് രണ്ടെണ്ണാണെങ്കിലും ഒന്നാണെങ്കിലും നമ്മൾ എന്ത് വെച്ചിട്ടാണ് പറയുക? എസ് ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ടോട്ടൽ സിംഗുലർ ആൻഡ് പ്ലൂരൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതുപോലെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഞാനിവിടെ തരാം. ഇതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സിംഗുലറും കൊടുത്തിട്ടുണ്ട്, പ്ലൂരലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിംഗുലർ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പ്ലൂരലാക്കുക, പ്ലൂരൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ സിംഗുലർ ആക്കുക. ഓക്കെ, അപ്പം ബുക്സ് വരുന്നുണ്ട്, ബേബീസ് വരുന്നുണ്ട്, മെൻ, വുമൺ, ടീത്ത്, അതേപോലെ തന്നെ പീപ്പിൾ. ഇതിൻ്റെ ഒക്കെ എന്താണ് ചേഞ്ച് എന്നുള്ളത് ജസ്റ്റ് കോമെൻറ്റ് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ജസ്റ്റ് എല്ലാവരും ആക്ടിവിറ്റി ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്നത് എന്നാണ് നമ്മളുടെ വിശ്വാസം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ടഫുള്ള ഏരിയാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോസും കൂടെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു so much for today's video, and we'll be coming with next video on the next day.